നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന് ഒഡീഷയിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്ന് മംഗനം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ മെഹന്തി ഇടൽ വലിയ ആർഭാടാക്കിയിട്ടൊക്കെ ചെയ്യും. അപ്പോൾ ആൺകുട്ടികളുടെ ആയതുകൊണ്ട് വേറൊരു ചെറിയൊരു ചടങ്ങാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടിട്ട് വേഗം പോകാം. അപ്പോൾ ഇന്ന് വലിയ ക്യാമറ ഇതൊന്നുമില്ല, ഒരു ചെറുതായിട്ട് നമ്മളെ ഫാമിലി മാത്രമായിട്ട് ഒരു ചെറിയൊരു ചടങ്ങാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫുള്ള് ഒഡീഷയിലെ മാരേജിൻ്റെ വീഡിയോ ആണ്. പിന്നെ ആ ചടങ്ങ് നമുക്ക് കണ്ടിട്ട് ഓക്കെ. നമ്മളപ്പോൾ വീടെത്തി. നമ്മളെ തറവാട്ടിൽ വീടൊക്കെ നേരത്തെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ബാക്കിൽ ഇവിടെ എല്ലാവരും കൂടി ഭക്ഷണം പാകം ചെയ്യുകയാണ്. അപ്പോൾ വേറെ അവിടെ ഉള്ളവർ മാത്രമേ ഉള്ളൂ, വെളിയിൽ നിന്ന് ആരും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളെ ചെറിയ കുഞ്ഞമ്മേൻ്റെയും വലിയ കുഞ്ഞമ്മേൻ്റെയും മക്കൾ, 2 മക്കൾ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവർ കല്യാണത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് മെഹന്തി ഇടുകയാണ്. അപ്പോൾ ഇവിടെ ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വലിയ കുഞ്ഞമ്മ, ചെറിയ കുഞ്ഞമ്മ, ഇവരൊക്കെ നമ്മളെ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പുറത്താണ് അടുപ്പ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുപ്പിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നല്ലോ, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊരു വെജിറ്റബിൾ ഒക്കെ ഇട്ടിട്ടുള്ള മീനിൻ്റെ ഒരു ഐറ്റമാണ്. അതിവിടെ മെയിനാണല്ലോ. ഇത് എൻ്റെ മൂത്ത കുഞ്ഞമ്മയുടെ മോളുടെ മോനാണ്. അപ്പോൾ മോൻ്റെ കൂടെ ഞാനൊന്ന് കുറച്ച് നേരം കളിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും മെഹന്തി ഇടുകയാണ്. അപ്പോൾ അതാ മോൻ ക്യാമറ ചോക്ലേറ്റ് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ക്യാമറ നോക്കി. അപ്പോൾ ഇവരെ മെഹന്തി ഇടൽ കഴിഞ്ഞിട്ട് എൻ്റെ മെഹന്തി ഇടലായിരുന്നു. അപ്പോൾ ഇവരിവിടെ ഭക്ഷണം എന്നോട് പറഞ്ഞു, നീ മെഹന്തി ഇട് എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന്, നാളെ കല്യാണമാണല്ലോ. അപ്പോൾ മെഹന്തി ഇടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നതാണ്. ഞാൻ ഇടയ്ക്ക് ഇളക്കിയും ഒക്കെ കൊടുക്കുന്നുണ്ട്, സഹായിക്കുന്നുമുണ്ട്. അപ്പോൾ കുഞ്ഞമ്മമാർ തന്നെ കുറേ അധികം വെക്കാനുണ്ടല്ലോ, അപ്പോൾ അവർ തന്നെയാണ് അധികം ചെയ്തത്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേഗം ഭക്ഷണമൊക്കെ ഇവിടെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം മൂത്ത കുഞ്ഞമ്മയുടെ മോളും മൂത്ത കൊച്ചച്ഛനും അവർ പുറത്തിങ്ങനെ ഒരു ചെറിയൊരു പൂജ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നീട് ഓരോ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അടുപ്പ്, കണ്ടോ. ഇവരുടെ അടുപ്പ് ഇങ്ങനെ കുഴി പോലെ കുഴിച്ചിട്ട് ഇങ്ങനെ മെഴുകി നല്ല ഇതായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് ശരിയായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിഞ്ഞു രാത്രിത്തേക്കുള്ളത്. നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ, അടുത്തൊരു അയൽവക്കത്തിലുള്ള കുറച്ച് പേരും. അപ്പോൾ അത് ഈ പൂജാ റൂമിൽ കണ്ടോ, പൂവൊക്കെ അലങ്കരിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുന്നത്. ദിവസം ഇതുപോലെ ചേഞ്ച് ചെയ്ത് പൂജയൊക്കെ ചെയ്ത് വെക്കും. അപ്പോൾ ഇവിടെ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതാണ്. സന്ധ്യയ്ക്കിപ്പോൾ എല്ലാവരുടെ കാലിലും ഒരു ചേച്ചി അവിടെ വരും. അൾത്ത എന്നാണ് ഇതിനെ പറയുന്നത്. കാലിൽ ഇങ്ങനെ റെഡ് കളറ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇത് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും കാലിൽ അൾത്ത ഇട്ടിരിക്കണം. അപ്പോൾ ആ ചേച്ചി വന്നിട്ട് എല്ലാവരുടെ കാലിലും ഇടുകയാണ്. ഇതെല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. സന്ധ്യയ്ക്ക് ഒരു ചെറിയൊരു ചടങ്ങുണ്ട്. ഈ ചടങ്ങിൻ്റെ പേരാണ് മംഗനം. മംഗനം എന്നാണ് കല്യാണത്തിൻ്റെ തലേന്ന് പറയുന്നത്. അപ്പം മംഗന ദിവസം വന്നിട്ട് ഇപ്പോൾ ഇതെൻ്റെ കാലിലിടുകയാണ് ആ ചേച്ചി. എല്ലാവരുടെ കാലിലും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇത് പുതിയ ചട്ടികൾ, മണ്ണിൻ്റെ കലങ്ങൾ വാങ്ങിയിട്ട് ഇതിൽ ചെറിയൊരു കർമ്മങ്ങളും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്.
ഫാമിലിയിലുള്ള എല്ലാവരും ഇതുപോലെ അരിയും പൂവും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ദീപം തെളിയിച്ചിട്ട് അവിടെ നമസ്കരിക്കണം. ഇത് മങ്കന ഹണ്ടി എന്നാണ് പറയുക, ഈ മൺകലത്തിന് ഹണ്ടി എന്നാണ് പറയുക. അപ്പോൾ മങ്കന ദിവസത്തെ ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു ചടങ്ങാണിത്. ഈ മൺകലങ്ങളൊക്കെ പൂജിച്ചിട്ട് ഈ കലത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെക്കും. അത് ആ വെള്ളം കൊണ്ട് കുളിപ്പിക്കണം ചെക്കനായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. കല്യാണത്തിന് ഈ ഒരു ചടങ്ങ് അവർക്ക് മെയിനാണ്. അത് നമ്മളെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് മാത്രമാണ് ചെയ്യുക. എന്നിട്ട് എല്ലാവരും അത് ചെയ്തിട്ട് ഈസാണ ദിക്കില്ലേ, നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ ദിക്കിൽ കൊണ്ട് വെക്കണം. അത് കൊണ്ടുവരുന്നത് ഏടത്തിയമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഞാനായിരുന്നു ഇത് ചെയ്യേണ്ടത്. അപ്പം എനിക്ക് വീഡിയോ എടുക്കണം അത് ഇത് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പെങ്ങൾ ചെയ്താലും മതി. അപ്പോൾ ഇന്നത്തെ ചടങ്ങുകളെല്ലാം ചെയ്യുന്നത് പെങ്ങളെ കൊണ്ടാണ്. അപ്പോൾ എനിക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കാമല്ലോ. എന്നാലും ഞാൻ സഹായിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ സംസാരിക്കരുത്, അത് ഇളകരുത്, അങ്ങനെ കൊണ്ടുവന്നിട്ട് ആ മൂലയ്ക്ക് വെക്കണം. നമ്മുടെ ഈസാന ദിക്കിൽ വെക്കണം. എന്നിട്ടിത് 16 ദിവസം അതങ്ങനെ ഉണ്ടാവണം. ഇനി ഒരു മൺകുടത്തിൽ വെള്ളം നിറച്ച് കൊണ്ടുവന്നിട്ട്, അത് പെങ്ങൾ നിറച്ച് കൊണ്ടുവന്നാൽ കണ്ടില്ലേ, അതവിടെ ഈസാന ദിക്കിൽ വെച്ചിട്ട് പൂജിക്കും. അതുകൊണ്ടാണ് നാളെ ചെക്കൻ കുളിക്കുന്നത്. അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട്. ഇപ്പം ഇതാ വെച്ചില്ലേ, ഇത് മൺകുടം, ഇതിൽ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഇന്ന് രാത്രി അത് പൂജിക്കും. എന്നിട്ട് ഈ വെള്ളം കൊണ്ടാണ് ഇപ്പോൾ ചെക്കനായിക്കോട്ടെ കല്യാണ പെണ്ണായിക്കോട്ടെ കുളിക്കുന്നത്. വേറെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആദ്യം ഈ വെള്ളത്തിൽ കുളിപ്പിക്കും. ആ ചടങ്ങ് കൂടി ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. വെള്ളത്തിൽ കുളിപ്പിക്കുന്നത്, അത് കുളിപ്പിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ നാളെയാണ്. കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ആ വെള്ളത്തിൽ കുളിക്കണം. ഇത് പൂജിച്ചു കൊണ്ടുവന്ന വെള്ളമാണ്. ഇനി ഇവരുടെ സ്വന്തം ജാതിയിലുള്ള വേറെ കുടുംബങ്ങളടുത്തൊക്കെ പോയിട്ട് വെള്ളം വാങ്ങും. ഓരോ ഗ്ലാസ് വെള്ളം അവർ ഒഴിച്ചു കൊടുക്കും. ആ വെള്ളം കൊണ്ടാണ് ചെക്കനെയും പെണ്ണിനെയും കുളിപ്പിക്കുന്നത്. അത് ഞാൻ നാളെ കല്യാണ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് പൂജയാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ, ഈ പൂജിച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ചെക്കനും പെണ്ണിനും, ഇപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ ഈ വെള്ളത്തിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല സുന്ദരിയാകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് ശരി തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ കുളിച്ചതിന് വന്ന ശേഷം നല്ല സുന്ദരി ആകും, നല്ല ഒരു നിറക്ക് വെച്ച് നല്ലൊരു ഇതുണ്ടാവും. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നത്, ആ പൂജിച്ച ഒരു മൺചട്ടിയിൽ നമ്മൾ ഒരു കിച്ചടി ഉണ്ടാക്കണം. ഈ കിച്ചടി ഉണ്ടാക്കിയിട്ട് ഇത് അവിടെയും പൂജാ റൂം ഈസാന ദിക്കിലും പൂജിക്കണം. പയ്യന് ഇപ്പോൾ കല്യാണ ചെക്കനായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇത് കൊടുക്കണം. അപ്പോൾ ഈ കിച്ചടി എന്ന് പറഞ്ഞാൽ തേങ്ങ, നെയ്യ് കുറച്ച് ഒഴിക്കും, ഇച്ചിരി തേങ്ങ, പഞ്ചസാര, മഞ്ഞൾപ്പൊടി, അരി, ഒരു കിഴങ്ങോ വെജിറ്റബിളിൻ്റെ ഒരു ഇത് ഒക്കെ ഇട്ടിട്ടുള്ള കിച്ചടി. ഈ കിച്ചടിയൊക്കെ ഞാൻ എൻ്റെ വീട്ടുകൂടലിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നല്ല ശുഭകാര്യങ്ങൾക്കൊക്കെ ഇതാണ് ഭഗവാന് പ്രസാദം വെക്കുക. അപ്പം അത് നമ്മൾ പുതിയ മൺകലം വാങ്ങി നല്ല വൃത്തിയായിട്ട് എച്ചിലാക്കാതെ നമ്മൾ വേറെ ആരെയും തൊടാതെ, ഇപ്പം ഞാനാണ് ഉണ്ടാക്കേണ്ടത്. ഇത് വീട്ടിലെ മൂത്ത മരുമകളാണ്, നമ്മളെ ഫാമിലിയിലെ. ഇത് അച്ഛൻ്റെ തറവാട് വീടാണ്. അവരുടെ ആണെങ്കിലും ഇവിടെ നമ്മുടെ അച്ഛൻ്റെ എല്ലാവരും നമ്മൾ മക്കളുകളാണല്ലോ, പേരക്കുട്ടികളാണല്ലോ. അപ്പോൾ അങ്ങനെ കണക്ക് വരുമ്പോൾ ഞാൻ ഇവിടുത്തെ മൂത്ത മരുമകളാണ്. അപ്പം ഞാനാണിത് ചെയ്യുന്നത്. അപ്പം നമ്മൾ കിച്ചടിയൊക്കെ ഏകദേശം ആയി. ഇനി ഞാൻ തന്നെയാണ് ഇതവിടെ പൂജിക്കുന്നത്. അപ്പം എനിക്ക് കുഞ്ഞമ്മ പറഞ്ഞിരുന്ന പോലെ ഞാൻ ചെയ്യാണ്. വെള്ളം കുടഞ്ഞ് ഒരു ഇലയിൽ ഇത് കിച്ചടി അവിടെ വെച്ചിട്ട് ഭഗവാനെ ഈ ഈസാന ദിക്കിൽ വെച്ചിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ട് നമ്മളത് വെക്കണം. എന്നിട്ട് നമ്മൾ വീടിൻ്റെ ബാക്കിൽ പൂർവികർക്ക് വേണ്ടിയിട്ട് പുറത്തും വെക്കണം. അപ്പോൾ അത് ഇന്നത്തെ ഒരു ശുഭകാര്യമാണ്. മങ്കന ദിവസത്തിലെ മെയിൻ കാര്യമാണ്. മങ്കന ഹണ്ടിയിൽ കിച്ചടി ഉണ്ടാക്കി ഭഗവാനെ ഒരു ഇച്ചിരി കൊടുക്കും. ഒരുപാട് ചടങ്ങുകളുണ്ട്. നമ്മളെ കല്യാണത്തിൻ്റെ വീഡിയോ ആരംഭിച്ചു. ഇനി ആ ചടങ്ങുകളൊക്കെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം. ഇപ്പം ഞാൻ നമസ്കരിക്കുകയാണ്. ഇതാ ഇപ്പോൾ നമ്മളെ കല്യാണ ചെറുക്കൻ കഴിക്കുകയാണ്. അത് നമ്മൾ പിന്നെ കല്യാണ ചെക്കൻ്റെ ചിരി കണ്ടോ, മെഹന്തി ഇട്ടു. അതിൻ്റെ ഇടയിൽ പോയി മെഹന്തി ഇടൽ കഴിഞ്ഞു. ഇതിപ്പോൾ ആങ്ങളെയും പെങ്ങളും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെ കണ്ടോ ഒന്നിച്ചിരുന്ന്. പിന്നെ ലാസ്റ്റ് മങ്കന ദിവസം എന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേന്ന് അവരുടെ അതൊക്കെ ഒരു വലിയൊരു ചടങ്ങുകളാണ്. ഇനി ബാക്കി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം.